പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ബലിപ്പെരുന്നാൾ, ഹജ്ജ് പെരുന്നാൾ കേരളത്തെ മുസ്ലിങ്ങൾ ആഘോഷിച്ചു. ലോകമാസകലം ലക്ഷക്കണക്കിന് ആളുകൾ തീർത്ഥാടകരായി മെക്കയിലെത്തി ഹജ്ജ് നിർവഹിച്ച് മടങ്ങാൻ പോവുകയാണ്. ഈ തരുണത്തിൽ എന്താണ് ഹജ്ജ്, ഹജ്ജിൻ്റെ ചരിത്ര പശ്ചാത്തലം, അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ്, ഇവയൊക്കെ ചെറുതായി ഒന്ന് പരിശോധിക്കുകയാണ്. ഹജ്ജിൻ്റെ തുടക്കം ആലോചിക്കുകയാണെങ്കിൽ നബി മെക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ കഅബ ഒരു തീർത്ഥാടന കേന്ദ്രവും വ്യാപാര കേന്ദ്രവുമായിരുന്നു. ഖുറൈശികളുമായിട്ടുള്ള തർക്കം കാരണം നബി മദീനയിലേക്ക് പോയി. അവിടെ പോയി അധികാരവും പ്രശസ്തിയും കിട്ടിയതിന് ശേഷം നബിക്ക് തോന്നി തനിക്ക് ഹജ്ജ് ചെയ്യണം, തൻ്റെ അനുയായികൾക്ക് ഹജ്ജ് ചെയ്യാം. ഒരു ഗൃഹാതുരത്വം. ഇത് ഞാൻ പറയുന്നതല്ല, ഖുർആൻ തന്നെ പറയുന്നതാണ്. ഖുർആനിലെ 22-ാമത്തെ അധ്യായം ഹജ്ജ്, അത് ഞാനെടുത്ത് ശ്രദ്ധാപൂർവം വായിച്ചു നോക്കി. വാസ്തവത്തിൽ നിസ്കാരത്തെ പോലെ ഹജ്ജിനു വേണ്ട നിർദ്ദേശങ്ങളോ, എന്തിനു വേണ്ടിയാണ് ഹജ്ജെന്നോ, എങ്ങനെ നിർവഹിക്കണമെന്നോ വ്യക്തമായ ഭാഷയിൽ അങ്ങായി പറഞ്ഞു പോകുന്നതല്ലാതെ വ്യക്തമായ ഭാഷയിൽ അതിലില്ല. പക്ഷെ അതിൽ പറഞ്ഞ ഒരു കാര്യം, നിങ്ങളെ മെക്കയിലേക്ക് ഹജ്ജിന് വരുന്നതിൽ നിന്ന് തടയുന്നവരുമായി നിങ്ങൾ യുദ്ധം ചെയ്യാനായിട്ട് യുദ്ധത്തിൻ്റെ അനുവാദം അള്ളാഹു മുഹമ്മദിൻ്റെ ആളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനമായ ഒരു പോയിൻ്റായിട്ട് എനിക്ക് ഉന്നയിക്കാനുള്ളത്. പിന്നെ അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഹജ്ജിന് വരേണ്ടത് ആളുകൾ എന്ന നിലയ്ക്ക്, അത് അവർ കാൽനടയായും തേഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തുമാണ് ആളുകൾ വരുന്നത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പം ഇന്നത്തെ യാത്രാ രീതികളൊന്നും ഖുർആന് വശമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇത് ഇബ്രാഹിം നബിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണെന്നും അതിന് 4000-5000 വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ പലരും ഇന്ന് ദേശാഭിമാനിയിൽ നമ്മുടെ KT ജലീൽ എഴുതിയ ഒരു ലേഖനത്തിൽ തന്നെ അങ്ങനെയൊക്കെ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ വെറും കള്ളക്കഥകളാണ്. 4000-5000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം എന്ന ഒരാൾ ജീവിച്ചിരുന്നതായി ആർക്കിയോളജിക്കലായി തെളിയിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് കഅബയിൽ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിക്കാനായിട്ട് അള്ളാഹു അനുവാദം കൊടുത്തു എന്നതും ഒരു കള്ളക്കഥയാണ്. പിന്നെ അള്ളാഹുവിന് എന്തിനാണ് ഭവനം? അള്ളാഹുവിൻ്റെ ഭവനം നിർമ്മിക്കേണ്ട കാര്യം ലോകമാസകലം പ്രപഞ്ചമാകെ അള്ളാഹുവിൻ്റെ ഭവനമാകുമ്പോൾ കഅബയിൽ എന്തിനാണ് അള്ളാഹുവിൻ്റെ ഭവനം എന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലാകാത്ത കാര്യം. അപ്പം ഇതിൻ്റെ തുടക്കത്തിൻ്റെ കഥ കള്ളക്കഥയാണ്. മൊത്തത്തിൽ എല്ലാം കള്ളക്കഥകൾ തന്നെയാണ്. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇപ്പം മഹാഭാരതത്തിലെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളോ ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളും കള്ളക്കഥകളോ ഭാവനാ സൃഷ്ടികളോ ഒക്കെ ആണെങ്കിൽ, ഹജ്ജിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെന്നും അത് ഇബ്രാഹിം നബി തുടങ്ങിയെന്നൊക്കെ പറയുന്നത് വെറും ബോഷ്കത്തരമാണ്. ഇബ്രാഹിമിൻ്റെ ഭാര്യ സാറയെ കാട്ടിൽ ഉപേക്ഷിക്കാൻ, മരുഭൂമിയിൽ ഉപേക്ഷിക്കാനായിട്ട് അള്ളാഹു പറഞ്ഞെന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങനെ ഉപേക്ഷിക്കാനായിട്ടൊരു അള്ളാഹു പറയുമോ? ഇതൊക്കെ ഭാവനാ സൃഷ്ടികളും മുമ്പുണ്ടായിരുന്ന കഥകളെ അതേപോലെ പിന്തുടർന്നു വന്ന് പറയുന്ന എതിർകഥകൾ എന്നല്ലാതെ ഇതിനകത്ത് മറ്റൊരു കാര്യവുമില്ല എന്നതാണ്. പിന്നെ തോറയെ പിടിച്ചാണ് ഇവർ പറയുന്നത്, അത് മറ്റേ ചരിത്രത്തിൽ പറഞ്ഞു. ഇതിനു മുമ്പ് വിഡ്ഢികൾ പറഞ്ഞ കാര്യത്തെ ഇപ്പോഴത്തെ വിഡ്ഢികൾ അതേപോലെ പകർത്തി വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് പറയുമ്പോൾ നമുക്കിതൊക്കെ വിഡ്ഢിത്തരമെന്നല്ലാതെ ഇതിന് ആർക്കിയോളജിക്കൽ എവിഡൻസ് കിട്ടാൻ സാധ്യതയില്ല. ഒരു 5000 വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു ചരിത്രം അങ്ങനെ രേഖപ്പെടുത്താൻ പാകത്തിൽ ഒന്നും മനുഷ്യൻ്റെ ചരിത്ര രേഖാ പുസ്തകത്തിൻ്റെ വിവരണങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് മനുഷ്യരില്ലായിരുന്നു എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യമെങ്കിൽ, തോറയിൽ പറയുന്നത് ഇബ്രാഹിം നബിയെ അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി ഇസ്മയിൽ നബിയെ അറുക്കാൻ പറഞ്ഞു. ഉടനെ എൻ്റെ കഴുത്തറുക്കുപ്പായ പാട്ടൊക്കെ പാടാൻ നാടമില്ലേ എന്ന് ചോദിക്കാൻ.
ഇപ്പം ഇന്ന് തമിഴിലെ ഒരു പാട്ട് കേട്ടു, നാഗൂർ ഹനീഫയുടെ. അതില് മകനെ കൊണ്ട് വനാന്തരത്തിലെ വനം മീൻസ് ഈ മണൽ വനം അവിടെ കൊണ്ട് കിടത്തിയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ മൂർച്ചയേറിയ കത്തി വെച്ചു ഇബ്രാഹിം നബി. നോക്കൂ, ഒരു വാപ്പയ്ക്ക് ഒരു മകന്റെ കഴുത്തിൽ കത്തി വെക്കാനായിട്ട് എങ്ങനെ തോന്നും? ശുണ്ണിയിൽ കത്തി വെക്കുന്നുണ്ടോ ഞാനില്ല എന്ന് പറയുന്നത് അതും അനാവശ്യമായ ഒരു ചടങ്ങാണ്. ഈ കത്തിവയ്ക്കൽ മനുഷ്യന്റെ ശരീരത്തിൽ രക്തം വീഴ്ത്തൽ. ഇപ്പം തീരെ നിർഗതിയില്ലെങ്കിൽ ഞാനിപ്പോൾ ഇന്നലെ ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ ഓപ്പറേഷൻ കണ്ടു. വളരെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ തലയോട്ടിയെ അടർത്തി മാറ്റിക്കൊണ്ട് പകരം വീണ്ടും അതിനെ വെച്ചു മാറ്റുന്നവരെയുള്ള ദൃശ്യങ്ങൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. മനുഷ്യൻ്റെ ശാസ്ത്രീയ വികാസത്തിൻ്റെ ഘട്ടങ്ങളെ അടിവരയിട്ട് പറയുന്ന കാര്യമാണെങ്കിൽ ഇവിടെ മകനെ ചുട്ടുപൊള്ളുന്ന പാറയുടെ പുറത്ത് കിടത്തിയിട്ട് കത്തിയെടുത്ത് കഴുത്തിൽ വെക്കും. ഈ മനോഭാവം ഒരു നബിക്ക് ചേർന്നതാണോ എന്നാണ് എൻ്റെ ചോദ്യം. നബി ഉത്കൃഷ്ടനാണ്, മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി അയക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന് സ്വന്തം മകൻ്റെ കഴുത്തിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സ്വന്തം കുട്ടിയുടെ കഴുത്തിൽ നിങ്ങൾക്ക് കത്തിവെക്കാൻ തോന്നുന്നുവെങ്കിൽ നിങ്ങളൊരു ഭ്രാന്തനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലകാലപരം സംഭവിച്ച ഒരു വ്യത്യസ്തനായിരിക്കുമെങ്കിൽ ഈ ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരെന്ന് പറയുന്നത് ലജ്ജാവഹമോ അഭിമാനമോ? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പം തോറയിൽ പറയുന്നത് ഇസ്മായിൽ അല്ലേ, ഐസക്കിൻ്റെ കഴുത്തിലാണ് ഈ കത്തി വെച്ചു. മാറ്റങ്ങൾ, ഈ കലാനുസൃതമായ മാറ്റങ്ങൾ കഥകളിൽ വന്നു ചേരും എന്ന് പറയുന്നത് പോലെ പോട്ടെ. ഈ ഹജ്ജിൻ്റെ ഒരു പ്രശ്നം, ഒന്ന്, കഅബ എന്ന് പറയുന്നത് അന്നത്തെ ചരിത്ര കാലഘട്ടത്തിൽ ഒരു വ്യാപാര കേന്ദ്രമാണ്. വ്യാപാര കേന്ദ്രം, പിന്നെ അതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. മനുഷ്യൻ്റെ യാത്രാത്വര നിസ്സാരമല്ല. ഞാൻ ഇന്നലെ ശാസ്താംകോട്ടയിലേക്ക് ഒരു യാത്ര നടത്തി. ബസ്സിൽ യാത്ര ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ ബസ്സിൽ കയറി കൊല്ലത്ത് നിന്നും ശാസ്താംകോട്ട വരെ വളരെ രസാവഹമായ യാത്രയായിരുന്നു. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഞാൻ നടന്നു. ശാസ്താംകോട്ട കായലിൽ ഞാൻ ബോട്ട് യാത്ര ചെയ്തു. അങ്ങനെ വീണ്ടും ശാസ്താംകോട്ടയെക്കുറിച്ച് ഓർമ്മിക്കുമ്പം വീണ്ടും അവിടെ എനിക്ക് പോകാനായിട്ട് തോന്നൽ. മനുഷ്യൻ്റെ സ്വഭാവമാണ്. നമ്മൾ കാണാത്തതിനെ കാണുകയും കണ്ടതിനെ ആസ്വദിക്കുകയും ആസ്വദിച്ചതിനെ വീണ്ടും ഓർമ്മിക്കുകയും വീണ്ടും അവിടെ പോകാൻ ചെയ്യാം. ഒരു യാത്രാത്വര എന്നുള്ളത് നമ്മുടെ ഒരു സഹജാവ ബോധത്തിൽപ്പെട്ടതാണെങ്കിൽ നമ്മൾ അലഞ്ഞു തിരിയുന്നവരായിരുന്നല്ലോ. ആഹാരത്തിന് വേണ്ടിയും മറ്റും, പാർപ്പിടം, ആഹാരം, ഇതിനു വേണ്ടിയൊക്കെ അലഞ്ഞു തിരിയുന്നവരുടെ മക്കളാണ് നമ്മളെങ്കിൽ ഈ അലഞ്ഞു തിരിയലിൻ്റെ ത്വര മതം ശക്തമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു മതത്തിൻ്റെ വിജയത്തിൻ്റെ നിദാന ഘടകങ്ങളിൽ മനുഷ്യന് യോജിക്കുന്ന സ്വഭാവ വിശേഷങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ അത് മതത്തിൻ്റെ അതിജീവനത്തിന് ശരിക്കും ഉതകും എന്ന് പറയുമ്പോൾ, ഇത് ഹജ്ജ് എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യൻ്റെ യാത്രാത്വരയെ ശക്തമായി ഉപയോഗിക്കുന്ന ഒന്നാണെങ്കിൽ, ഹജ്ജിനൊരു പ്രത്യേകതയുണ്ട്. എന്നറിയാമോ? ഇസ്ലാമിൻ്റെ നിർബന്ധങ്ങളിൽ ഒന്നാണ് ഹജ്ജ്. ഈ ഹജ്ജ് ആർക്കാ ചെയ്യാൻ പറ്റുക? ഒന്ന്, ശാരീരികമായി ആരോഗ്യം ഉണ്ടായിരിക്കണം. 2, അതിനേക്കാൾ പ്രധാനമായി ധനപരമായ ആരോഗ്യം കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ധനാഢ്യന്മാർക്ക് റിസർവ് ചെയ്യപ്പെട്ട, സംവരണം ചെയ്യപ്പെട്ട ഒന്നാണ് ഹജ്ജ്. ഈ 1,00,000 മടങ്ങ് ഗുണം കിട്ടും, 2,00,000 മടങ്ങ് ഗുണം കിട്ടും എന്ന് പറയുന്ന ഇവന്മാർ മനസ്സിലാക്കാത്ത കാര്യം, ഈ ഹജ്ജിന് പോകാൻ പറ്റാത്ത ധനാഢ്യന്മാരല്ലാത്തവരുടെ രീതിയെക്കുറിച്ച് ഇവർക്ക് എന്താ പറയാനുള്ളത്? അവർക്ക് അതിൻ്റേതായ ആവശ്യമായ രീതിയിൽ അതിൻ്റെ ഗുണം കിട്ടുമോ എന്നാണ് നമുക്ക് സംശയം പ്രകടിപ്പിക്കാനുള്ളത്. പിന്നെ ഹജ്ജിന് പോവുകയാണെങ്കിൽ എല്ലാ പാപവും മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ സ്ഥിരമായി ഓരോ വർഷവും ഹജ്ജിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത കഴിഞ്ഞ വർഷത്തെ എല്ലാ പാപവും പൊറുക്കപ്പെടുമെന്നാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തു പാപവും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതിൽ പാപമോചനത്തിന് വേണ്ടി പണമുണ്ടെങ്കിൽ ഹജ്ജിന് പോയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ പാപം ചെയ്യാനുള്ള ലൈസൻസാണോ ഹജ്ജ്? നിങ്ങളുടെ എല്ലാം
ജനിച്ചു വീഴുന്ന കുട്ടിയെപ്പോലെ നിങ്ങൾ പരിശുദ്ധനായിത്തീരും ഹജ്ജ് വേളയിൽ, ഹജ്ജ് കഴിഞ്ഞാൽ ഉടനെ എന്ന് പറയുമ്പോൾ ഇത് കൊള്ളക്കാർക്കും കരിഞ്ചന്ദ്രക്കാർക്കും കൊലപാതകൾക്കും യുദ്ധക്കൊതിയന്മാർക്കും ഒരു ലൈസൻസ് നൽകലാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്നെ കുറ്റം പറയരുത്. ഇപ്പം പാപമകറ്റാൻ ഹജ്ജ് എന്ന് പറയുന്നത് പാപം ചെയ്യാനുള്ള ലൈസൻസായി വിശ്വാസികൾക്ക് വേണമെങ്കിൽ കരുതാം എന്നാണ്. ഇനി ഹജ്ജിൻ്റെ ചില കർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അവിടെ ഒറ്റത്തുണി മുണ്ടേ ഉപയോഗിക്കാം, തുന്നൽ പാടില്ല. ഈ ഹജ്ജിൻ്റെ കർമ്മങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ബുദ്ധിശൂന്യവും അർത്ഥരഹിതവും കേവല ആചാരങ്ങളും എന്നല്ലാതെ അതിനകത്ത് എന്തെങ്കിലും ലോജിക്കുള്ളതായിട്ട് അത് വായിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒന്നുമില്ല അതിനകത്ത്. പണ്ട് കുറേ വിഡ്ഢികൾ ചെയ്ത കാര്യങ്ങളെ അതേപോലെ പകർത്തി ചെയ്യുക, കുറെ കള്ളക്കഥകളിൽ അഭിരമിച്ചുകൊണ്ട് ആ കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ യാതൊരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ അതുപോലെ പിന്തുടരുക. വിശ്വാസം അന്ധമെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇപ്പം ഞാനിട്ടിരിക്കുന്ന ഷർട്ട് ഞാൻ പണ്ട് തുണിയെടുക്കുമ്പോൾ തയ്ക്കാൻ കൊടുത്തിട്ട് തയ്യൽക്കാരൻ്റെ മുമ്പിൽ ഒരു 5-6 പ്രാവശ്യം നടക്കേണ്ടി വരും. ഇന്ന് ഞാൻ ഈ ഇട്ടിരിക്കുന്ന ഷർട്ട് 600 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്, റെഡിമെയ്ഡ്. 200 രൂപയ്ക്ക് വരെ ഷർട്ട് കിട്ടും കേട്ടോ. എനിക്ക് യോജ്യമായ ഷർട്ട് മുംബൈയിലെ DMartൽ 199 രൂപയ്ക്ക് കിട്ടും. ഞാൻ ആ വ്യത്യാസം പറയുകയാണ് കേട്ടോ. തുന്നിയാലുള്ള കുഴപ്പം എന്താണ്? ഞാൻ ഉടുപ്പിട്ടാലും ഉടുപ്പിട്ടില്ലെങ്കിലും, തുന്നിയ ഉടുപ്പിട്ടാലും തുന്നാത്ത ഉടുപ്പിട്ടാലും അള്ളാഹുവിൽ എന്നാ കാര്യം? എൻ്റെ അണ്ടർവെയറിൽ ദൈവത്തിന് എന്താ കാര്യം? അണ്ടർവെയർ ഇടാൻ പാടില്ല കേട്ടോ. ഒരുത്തൻ്റെ ആവശ്യാനുസരണം അവൻ വസ്ത്രം ധരിക്കുന്നതിൽ നിന്നും ഈ ഹജ്ജ് വേളയിൽ എന്തിനാണ് വിശ്വാസികളെ വിലക്കുന്നത്? സ്ത്രീകൾക്ക് പിന്നെ പരിരക്ഷയുണ്ട് കേട്ടോ, അവർ വെറുതെ അണിയേണ്ടവരാണല്ലോ, മൊത്തം തുണി കൊണ്ട് ചുറ്റും. ഇപ്പം വിൻസ്റ്റൺ ചർച്ചിലും മഹാത്മാഗാന്ധിജിയും എന്നാണ് എൻ്റെ ഓർമ്മ, ഇവർ തമ്മിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ ചർച്ചിൽ പറഞ്ഞു, ഫക്കീർ താങ്കൾ എന്താണ് ഇത്രയും ഉടുപ്പ് കുറച്ചെടുത്തിരിക്കുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉടുക്കേണ്ട ഉടുപ്പ് കൂടെ ചർച്ചിലിട്ടിരിക്കുകയല്ലോ. അപ്പം രണ്ടിൻ്റെയും ഇടയ്ക്കാണ് നമ്മൾ നിൽക്കേണ്ടതെന്നുള്ള കാര്യം ഇവിടെ. അപ്പം ഈ വസ്ത്രധാരണ രീതിയിൽ എന്തിനാണ് ദൈവം ഇങ്ങനെ കടുംപിടുത്തം പിടിക്കുന്നത്? അതിൻ്റെ കാര്യം ഈ ഒറ്റ തുണി മുണ്ടുടുക്കണമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? ഇത് വിശ്വാസിക്ക് എന്ത് ഗുണം ചെയ്യും? ദൈവത്തിന് എന്ത് ഗുണം ചെയ്യും? ഗുണം ചെയ്യുന്നത് മതത്തിന് മാത്രമാണ്. അത് തളച്ചു വളരാനും നിലനിൽക്കാനും ഇത്തരം ആചാരങ്ങൾ ഗുണപ്പെടും എന്നല്ലാതെ ഇതിനകത്ത് യാതൊരു ഗുണവുമില്ല എന്ന് ഒരല്പം നേരം ഈ ഒറ്റ മുണ്ടെടുക്കുന്നവൻ ആലോചിച്ചാൽ അവനു തന്നെ മനസ്സിലാകുമെന്നിരിക്കെ ആലോചന മതത്തിൽ പാടില്ല. അത് ഹറാമാണ്, വിലക്കപ്പെട്ടതാണ്, നിരോധിക്കപ്പെട്ടതാണ്, അനുവദിക്കപ്പെടാത്തതാണ്, പിന്നീട് പ്രോത്സാഹിപ്പിക്കപ്പെടാത്തതും കൂടിയാണ്. എങ്കിലേ അതിന് നിലനിൽപ്പുള്ളൂ എന്നുള്ള കാര്യം. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. അതിൻ്റെ മുറയ്ക്ക് ഞാനിവിടെ പറയുന്നില്ല. ഇതിനകത്ത് വരുന്ന ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളെ എടുത്തു പറയുന്നതേ ഉള്ളൂ. കഅബയെ ചുറ്റണം. അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ 7 പ്രാവശ്യം തവാഫ് ചെയ്യുക എന്നാണ് പറയുക. ഒരു കെട്ടിടത്തിന്, ഒരു സാധാ കെട്ടിടം, അതിലൊന്നുമില്ല, പണ്ട് കല്ലും മണ്ണും, നമ്മുടെ കാസിമി പറഞ്ഞതുപോലെ വെറും കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ഒരു ഭവനം നിരന്തരമായി കൊള്ളയടിക്കപ്പെട്ട് കത്തിക്കപ്പെട്ട് തകർക്കപ്പെട്ട് തകർന്ന് ഒക്കെയുള്ള ഒരു മണ്ഡപത്തിനെ, ഒരു മന്ദിരത്തെ, ഒരു കെട്ടിടത്തെ, ഒരു 4 ചുറ്റും മതിൽ കെട്ടി അലങ്കരിച്ച ഒരു കെട്ടിടത്തിനെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ എന്തിനു വേണ്ടിയാണ് ചുറ്റേണ്ടത്? ഈ ഹിന്ദു ക്ഷേത്രങ്ങളിലും ഇതുപോലെ പ്രദക്ഷിണം, ശയന പ്രദക്ഷിണം ഒക്കെയുണ്ട്. ഇതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നു എന്നല്ലാതെ ഇതിനകത്ത് എന്തു കാര്യമുണ്ട്? എന്തിനു വേണ്ടി ചെയ്യണം? ചെയ്യുന്നവൻ്റെ ഗുണം, ചെയ്യിക്കപ്പെടുന്നവൻ്റെ ഗുണം ഒന്നും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ
അങ്ങനെ മുമ്പേ പോകുന്ന ഗോപ്പ് എടുത്താൽ പിറകെ വരുന്ന ഗോക്കളൊക്കെ മലമിടുമെന്ന് പറയുന്നത് പോലെ അല്ലാതെ. ഇനി മറ്റൊരു കാര്യമാണ് ഹജറൽ അസ്വദിനെ മുത്തണം എന്നുള്ളത്. അവിടെ ഒരു കല്ലുണ്ട്. ആ കല്ലിൻ്റെ കഥയും കള്ളക്കഥയാണ്. ഇത് ജിബ്രീൽ മുഖാന്തിരം സ്വർഗത്തിലെ കല്ലാണെന്നും അത് ഇബ്രാഹിം നബിക്ക് ജിബ്രീൽ കൊണ്ടു കൊടുത്തു. എവിടെയാണ് ഈ സ്വർഗം? ഏത് ലോകത്തായി വരും? ചൊവ്വയിലോ ബുധനിലോ അതോ സൂര്യമണ്ഡലത്തിന് പുറത്തോ? എവിടെയാണ്? അങ്ങനെ ഒരു കല്ലുണ്ടെങ്കിൽ ആ കല്ലിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ഭൂമിയിൽ നിന്നുള്ളതല്ല എന്ന് എളുപ്പത്തിൽ തെളിയിക്കാൻ നമുക്ക് പറ്റും. ഭൂമിയിലുള്ള എല്ലാ ഭൗതിക പദാർത്ഥത്തിൻ്റെയും സ്വഭാവം നമുക്കറിയാം. ഈ കല്ല് തന്നെ പല പ്രാവശ്യം കൊള്ളയടിക്കപ്പെട്ടതാണ്, പല പ്രാവശ്യം ഉടയ്ക്കപ്പെട്ടതാണ്. ഒരു കല്ലിന്മേൽ തർക്കം. ഈ ഹജറൽ അസ്വദിൻ്റെ ഒരു പ്രത്യേകത, ഇസ്ലാം വിഗ്രഹാരാധനയ്ക്കെതിരെ എന്ന് പറയുമ്പോൾ അത് ശക്തമായ വിഗ്രഹാരാധന ത്വര മനുഷ്യനിൽ അവൻ അതിനെ എതിർത്താലും നിലനിൽക്കും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഹജറൽ അസ്വദ്. ഇപ്പം ഉമർ പറഞ്ഞതായിട്ടൊരു കഥയുണ്ട്. കല്ലേ, നീ വെറും കല്ലാണ്. മുഹമ്മദ് നിന്നെ മുത്തിയത് കൊണ്ട് മാത്രം ഞാൻ നിന്നെ മുത്തുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ മുത്തില്ല. അപ്പം മനുഷ്യൻ ചോദ്യം കൂടി ചെയ്യും. അതായത് രണ്ടാം ഖലീഫയായ ഉമർ കല്ലിനോട് പറയാണ്, കല്ലേ നീ വെറും കല്ലാണ്. ഇന്ന് നമുക്കും പറയാം, ഉമറിന് മാത്രമല്ല, അതിനെ മുത്തുന്നവർക്കും പറയാം, കല്ലേ നീ കല്ലാണ്. ഞാൻ ഇന്നലെ ഹജ്ജിൻ്റെ ലൈവ് ടെലികാസ്റ്റ് കണ്ടപ്പോൾ കഅബയെ ഇങ്ങനെ തൊട്ടുമുത്താനായിട്ട് ആളുകൾ മത്സരിക്കുകയാണ്. ഒരു കെട്ടിടത്തെ തൊട്ടുമുത്താൻ പാകത്തിൽ മനുഷ്യ മസ്തിഷ്കം മരവിച്ചു പോകുന്ന വിശ്വാസത്തിൻ്റെ ജന്നി ജ്വരം നമ്മെ അതിശയിപ്പിക്കുന്നു എന്നല്ലാതെ. അപ്പം ഈ ഹജറൽ അസ്വദ് എന്നുള്ളത് ഒരു വിഗ്രഹാരാധനയുടെ നീക്കിപ്പത്രം, ബാക്കിയാണ്. അത് മാച്ചാലും മാഞ്ഞു പോവില്ല എന്നതിൻ്റെ തെളിവാണ്. എല്ലാവിധ ശക്തമായ അനാചാരങ്ങളും കുടികൊള്ളുന്ന ഒരു മതത്തിൽ ആ മതം തന്നെ എതിർത്ത ഒരു അനാചാരം, ആ മതത്തിൽ തന്നെ വന്നു ചേരുന്ന ഒരു ഒരു വിരോധാഭാസമാണ് ഈ ഹജറൽ അസ്വദ് എന്ന കല്ലിനെ വിശ്വാസികൾ മുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ മുത്തും, പിള്ളേരെ കണ്ടാൽ മുത്തും, കാമുകിയെ കണ്ടാൽ മുത്തും, ഇഷ്ടമുള്ളവരെ കണ്ടാൽ മുത്തും. എനിക്ക് ഈ രാഹുൽ ഗാന്ധിയെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അയാൾ ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കും, ചിലരെയൊക്കെ മുത്തുകയും ചെയ്യും. ഒരു മനുഷ്യസ്നേഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനകത്ത് PR വർക്കുണ്ടോ എനിക്കറിയില്ല, പക്ഷേ അതിനൊത്തൊരു ആത്മാർത്ഥതയുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ തോന്നലാണ്. അത് നമ്മളൊരു ഭൗതിക പദാർത്ഥത്തെ മുത്തേണ്ട കാര്യം എന്താ? ആ പദാർത്ഥത്തിന് എന്തെങ്കിലും പ്രത്യേകതയോ നമ്മുടെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധമോ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കാമുകി നൽകിയ ഒരു മോതിരം, അല്ലെങ്കിൽ കാമുകി നൽകിയ ഒരു സമ്മാനം, കാമുകിയുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ മുത്തും. ഈ യാതൊരു പരിചയമില്ലാത്ത, ജീവിതത്തിൽ യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കല്ലിനെ ലക്ഷങ്ങൾ മുടക്കിപ്പോയി മുത്തണമെന്ന് പറഞ്ഞാൽ അതിനെ MAD എന്ന് വിളിക്കാമോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ്. പോട്ടെ. അത് കഴിഞ്ഞിട്ട് സഫ മർവ മലയിൻ്റെ ഇടയ്ക്ക് 7 പ്രാവശ്യം, അല്ല ഈ 7ആണ്. എന്താണ് ഈ 7ൻ്റെ പ്രത്യേകത? നമ്മൾ ഈ എണ്ണം കണക്കാക്കിയത് അരിത്തമാറ്റിക് നമ്മോട് വന്ന് ചേർന്നത് നമ്മുടെ ജീവിതോപാധിയുടെ, നമ്മുടെ അതിജീവനത്തിൻ്റെ ഭാഗമായി വന്നു ചേർന്ന ഒരു രീതിയാണ്. മാത്തമാറ്റിക് നമ്മുടെ തലയിലുണ്ട്. അതിൽ ഈ 7-ന് എന്താ പ്രത്യേകത? അപ്പം 6-ന് എന്തുകൊണ്ട് പ്രത്യേകതയില്ല? 5-ന് എന്താണ് കഴിവുകേട്? 7-ന് എന്ത് പ്രത്യേകത എന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. അത് മനുഷ്യരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ചില അക്കങ്ങളിലേക്ക്, ഇപ്പം 786 മുസ്ലിങ്ങളുടെ ഒരു അക്ക ഭ്രാന്താണ് 786. എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് എനിക്ക് ഇതുവരെയും ആലോചിച്ചിട്ട് പിടികിട്ടിയില്ലെങ്കിൽ, സഫ മർവ മലകളുടെ ഇടയിൽ 7 പ്രാവശ്യം നടക്കണം, അതും സ്പീഡിൽ നടക്കണം എന്നാണ് ഇതിൻ്റെ കാര്യം. ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറ വെള്ളം കിട്ടാതെ കുട്ടി കരഞ്ഞപ്പോൾ അന്താളിച്ച് ഈ മലയുടെ ചുറ്റും ഇടയ്ക്ക് 7 പ്രാവശ്യം ഓടിയെന്ന കള്ളക്കഥയുടെ
തുടർച്ച എന്ന നിലയ്ക്കാണ്. അന്ന് മാതാവായ ആ കഥയിലെ ഒരു സാരാംശത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു കുട്ടിക്ക് അവളെ കാട്ടിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞ രാമന്റെ സീതയുടെ കഥയാണ് നമ്മളിവിടെ കാണുന്നത്. മനുഷ്യന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന ദൈവത്തിന്റെ വല്ലാത്ത വൃത്തികെട്ട സ്വഭാവത്തിന്റെ ഭാഗമാണ് ഇവിടെ കണ്ടതാണ്. സ്വന്തം ഭാര്യയെ ആരോരുമില്ലാത്ത എന്താ പറയുക, വെള്ളം കിട്ടാത്ത പ്രദേശത്തു ഉപേക്ഷിക്കാൻ ഉപദേശിക്കുന്ന ഒരു ദൈവത്തിന്റെ, ആ ദൈവത്തെ ഞാൻ കണ്ടാലേ വെറുതെ ഇവിടെ ഇല്ല, അയാൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, സുപ്രീം കോടതി വരെ ഞാൻ പോകും. കാര്യം മനുഷ്യത്വരഹിതമാണ്. ഒരു സ്ത്രീയെ, അതും സ്ത്രീ അടിച്ചമർത്തപ്പെട്ട ഒരു കാലഘട്ടത്തിൽ അവളെയും കുട്ടിയെയും ഉപേക്ഷിക്കാൻ ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ ഇന്ന് ശിക്ഷ കിട്ടുന്ന ഒരു സ്വഭാവമാണ്. ദൈവം ചെയ്ത് ശിക്ഷ അർഹിക്കുന്ന മനുഷ്യന്റെ നിർമ്മിത ബുദ്ധിക്കകത്ത് വരുന്ന ലളിതമായ ഒരു യുക്തിയാണ് ഭാര്യയെ, തൻ്റെ കീഴിൽ നിൽക്കുന്ന ആളുകളെ ഉപദ്രവിക്കാനോ ഉപേക്ഷിക്കാനോ പ്രയാസപ്പെടുത്താനോ പാടില്ല എന്നത്. ഇവിടെ ദൈവം അതിനുവേണ്ടി അറുക്കാൻ പറഞ്ഞ ദൈവം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ വല്ല കുഴപ്പവുമുണ്ടോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അങ്ങനെ സഫാ മർവയ്ക്ക് ഇടയ്ക്ക് 7 പ്രാവശ്യം ഈ 7 പ്രാവശ്യം ഓടുന്നവൻ്റെ മനോഗതിയാണ്. അവൻ്റെയൊക്കെ തോന്നൽ എന്തോ താൻ പിടിച്ചെടുക്കുന്നതായിട്ട്, അതായത് കല്ലിനെ മുത്തുക, കെട്ടിടത്തെ ചുറ്റുക. എന്താണിത്? ലോകത്തിലെ മഹാഭൂരിപക്ഷം ആളുകൾ ചെയ്യാത്ത, മുസ്ലിങ്ങളിൽ തന്നെ ചെയ്യാൻ സാമ്പത്തികമായി കഴിവുള്ളവർ മാത്രം. അവിടെ ശക്തമായ ഒരു വിവേചനമുണ്ടെന്നേ. ഒരു ക്ലോസ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ക്ലോസ് CLAUSE അത് അനുസരിക്കപ്പെടുന്നതായിരിക്കണ്ടേ. മുമ്പ് നിലനിന്ന ഒരു സംവിധാനത്തെ പറിച്ചു നടുമ്പോൾ വരാനായിട്ട് കാശ് വേണമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് കാശുള്ളവർക്ക് മാത്രം. ഇപ്പം പലരും അത് പണപ്പിരിവ് നടത്തി ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ മതം പറയുന്നില്ലെങ്കിൽ തന്നെ എന്തിനാണെന്നുള്ള ഒരു ചോദ്യം ഈ മനുഷ്യൻ ഒരു സെക്കൻഡെങ്കിലും എന്തുകൊണ്ട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി സംസം വെള്ളം കുടിക്കണം, ഒരു കിണറ്റിലെ വെള്ളം കുടിക്കണം. മനുഷ്യൻ വെള്ളം കുടിക്കുമെന്നേ. പോകുന്ന പ്രദേശത്തെ ജലസ്രോതസ്സിൽ നിന്നും മനുഷ്യൻ തീർച്ചയായിട്ടും വെള്ളം കുടിച്ചിരിക്കും. അതിന് നിർബന്ധമോ കർക്കശമായ നിയമമോ ഒന്നും ആവശ്യമില്ല എന്നിരിക്കെ എന്തിനാണ് ഈ സംസം വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ ഒരു ചടൻ? സംസത്തിൻ്റെ കഥ തന്നെ കള്ളക്കഥയാണ്. എങ്ങനെ നേരത്തെ പറഞ്ഞ ഹാജറ കാലിട്ടടിച്ചപ്പോൾ, അല്ല ഹാജറയല്ല, ഹാജറയുടെ പൊന്നോമന കുഞ്ഞ് ഇസ്മയിൽ എന്ന കുഞ്ഞ് ദാഹിച്ചുകൊണ്ട് കാലിട്ടടിച്ചപ്പോൾ നീരുറവ പൊട്ടിയെന്നാണ്. അങ്ങനെ പൊട്ടുമോ? ഒരു മരുഭൂമിയിൽ വെള്ളത്തിന് വളരെ പ്രയാസമുള്ള ഒരു പ്രദേശത്ത് ഒരു കുട്ടി കാലിട്ടടിച്ചാൽ വെള്ളം ഉണ്ടാകുമോ? അങ്ങനെ വെള്ളം ഉണ്ടാക്കി കൊടുക്കുന്ന ദൈവത്തിൻ്റെ ബുദ്ധി മൂക്കിനെ വളച്ചു തൊടുന്നത് പോലെയല്ലേ? വെള്ളമുള്ള ഒരു പ്രദേശത്ത് അയച്ചാൽ പോരെ, അല്ലെങ്കിൽ വെള്ളം ആ പ്രദേശത്ത് ഉണ്ടാക്കിയാൽ പോരെ. ഈ സംസം കിണർ എന്ന് പറയുന്നത് തന്നെ ഒരു കൊള്ളക്കഥയുടെ, മഹാപറ്റിക്കലിൻ്റെ ഒരു തനി രൂപം. അങ്ങനെ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ പ്രഭവ കേന്ദ്രം എന്താണ്? അതിൻ്റെ ഊറ്റ് എവിടെ നിന്ന് വരുന്നു? ലക്ഷക്കണക്കിനും ടൺ കണക്കിനും വെള്ളം ശേഖരിച്ചിട്ട് അത് വറ്റാത്തത് എന്തുകൊണ്ടാണ്? മരുഭൂമിയിൽ. അത് പരിശോധിക്കാനായിട്ട് അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. അങ്ങനെ ഒരെണ്ണം ഭൂമിയിൽ ഉണ്ടോ? ഉണ്ടാകാം, ഇല്ല എന്ന് പറയാൻ ഒക്കത്തില്ല. കടലുമായി ബന്ധപ്പെട്ട് ഭൂമിയിലെ നീരൊഴുക്കുകൾ, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഭൂകമ്പം ചില പ്രദേശത്തുണ്ടായപ്പോൾ അതിശക്തമായ വർഷം കാരണം ഭൂമിയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ട് നമ്മളെ പ്ലേറ്റുകൾ ചില വ്യത്യാസങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതുപോലെ ഏത് പ്രദേശത്തും ഭൂമിക്കടിയിൽ ശക്തമായ, പക്ഷേ മനുഷ്യൻ കുഴിക്കുന്ന ഒരു കിണറിന് ഈ കുട്ടി കാലിട്ടടിച്ചാൽ അതൊരു വലിയ കിണറായി എങ്ങനെ മാറും? സംസം കിണർ. സാധാരണ വെള്ളം ഊറി വരിക ഉറവ എന്നാണ് നമ്മൾ പറയുക. സംസം ഉറവ എന്നാണ് പറയേണ്ടത്. അതിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കഥ ശരിയാണെങ്കിൽ നിങ്ങൾ സംസം കിണർ എന്ന് പറയരുത്, സംസം ഉറവ എന്നാണ് പറയേണ്ടത്.
ഇവിടെ പറയുന്നത് സംസം കിണറാണ്. ഇന്ന് ഞാനൊരു ഫോട്ടോ കൊണ്ടു. അത് ഈ സംസം കിണറിൻ്റെ ഏതെന്ന് പറയപ്പെടുന്ന പ്രചരിപ്പിക്കപ്പെടുന്നത് അത് ശക്തമായ വെള്ളം ഇങ്ങനെ ഊരി വലിയൊരു കിണറാണ്, ആഴമുള്ള കിണറാണ്. ഒരു കുട്ടി കാലിട്ടടിച്ച് അത് പിന്നീട് ആൾപ്പാർപ്പില്ലാത്ത പ്രദേശമായിരുന്നു കേട്ടോ. അവിടെ ആളുകൾ കിണർ കുഴിച്ചു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഹജ്ജാജികൾ ചെയ്യേണ്ടത് അറഫ മലയിലും മുസ്തലിഫയിലും തങ്ങണം. കുറെ ആളുകളെ വിളിച്ചു വരുത്തി, നീ ഇതിനെ ചുറ്റ്, അതിനെ മുത്ത്, ഇവിടെ കുടിക്ക്, ഇവിടെ കിടക്ക്. ദൈവമേ, നീ എന്ത് ദൈവമാണ്? നിന്റെ ബുദ്ധി എവിടെ പോയി? ഈ വല്ല പ്രദേശത്തും ജീവിക്കുന്ന ആളുകളെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി, പിന്നെ ഈ ആൾക്കൂട്ടം എന്ന് പറയുമ്പോൾ വളരെ ദുരിതമായ കാര്യമാണ്. ഈ ആൾക്കൂട്ടത്തിൽ പോകാൻ അങ്ങേയറ്റം മടിയുള്ള ഒരാളാണ് ഞാൻ. എല്ലാ സൗകര്യങ്ങളും തടയപ്പെടും. ഞാൻ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നെട്ട എന്ന പ്രദേശത്ത് ടൂറിന് പോയി, ഈ കന്യാകുമാരി ജില്ലയിൽ. അവിടുത്തെ 2-3 ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ ഭയങ്കര തിരക്കാണ്. ചായ കുടിച്ചോളാൻ വയ്യാത്ത ഒരാളാണ് ഞാൻ. ഈ തിരക്ക് കണ്ടിട്ട് ഞാൻ ചായ വേണ്ടെന്ന് വെച്ചു. തിരക്ക് ഒരു അലർജിയാണ് എനിക്ക്. ഇത് മിക്കവാറും എല്ലാവർക്കും തിരക്ക് അലർജിയാണ്. അപ്പം നമ്മൾ ആശുപത്രിയിൽ പോയാൽ മണിക്കൂർ കണക്കിന് കാത്തിരിക്കേണ്ടി വരും, കാരണം തിരക്കാണ്. ഈ തിരക്ക് ഒഴിവാക്കി പോകുന്നതാണ് ബുദ്ധി. ക്യൂ സമ്പ്രദായം, പിന്നീട് സംവിധാനങ്ങൾ ഒരുക്കുക. ഇത് ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല സമ്പ്രദായമാണ്. അതിവിടെ ഇല്ലാതെ അറഫ മലയിൽ നിങ്ങൾ ടെൻറ്റ് കെട്ടി വളരെ പ്രയാസത്തോടുകൂടി തങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ദൈവമേ, നീ ഒരുപാട് ഞങ്ങളിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത ഒരു ചടങ്ങാണ്, വളരെ പ്രധാനമായ ചടങ്ങ്. ശാത്താനെ കല്ലെറിയുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. ശാത്താൻ ഒരു സങ്കല്പമാണ്. അങ്ങനെ ഒരു സങ്കല്പത്തിലുള്ള ഒന്നിനെ ഭൗതിക പദാർത്ഥമായ കല്ലെടുത്ത് ജീവനുള്ള മനുഷ്യൻ എറിയുന്നു. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ശാത്താനും സങ്കല്പിച്ചിട്ട് ഞാൻ കല്ലെറിയുകയാണെങ്കിൽ എൻ്റെ മനോഗതി, എൻ്റെ പ്രവൃത്തി, അന്നിൽ ഉണ്ടാക്കുന്ന വികാരം എന്തായിരിക്കും? ഞാൻ നിങ്ങൾക്കാണെ ഒരു കല്ലെടുത്ത് എങ്ങുമില്ലാതെ എറിയുന്നു. എന്നെ നിങ്ങൾ ഭ്രാന്തനെന്ന് വിളിക്കുമോ? ഒരു കൂട്ടം ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കല്ലെടുത്ത് ഒന്നിനെ സങ്കല്പിച്ചുകൊണ്ടെറിയുമ്പോൾ കൂട്ടഭ്രാന്ത് മനുഷ്യർക്ക് സംഭവിക്കും എന്നതിൻ്റെ ശക്തമായ തെളിവാണ് ജംറയിലെ ഈ കല്ല്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു കേട്ടോ. ഒരാൾ ആവേശപൂർവം ശാത്താനെ എറിയുകയാണ്. ശാത്താൻ ഉണ്ടെങ്കിൽ ഇയാളുടെ ഏറിൽ ചത്തുപോകും. കഴിഞ്ഞ 1400 വർഷമായി ഈ ശാത്താനെ എറിഞ്ഞിട്ടും മഹാഭാവി ചാകുന്നുമില്ല, പോകുന്നുമില്ല എന്നൊരവസ്ഥയാണ്. എന്തൊരു ഗതികേടാണ്. ഇപ്പം എഞ്ചിനീയർമാർ, ആർക്കിടെക്റ്റുകൾ ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ, പിന്നെ ഫിസിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പോയിട്ട് കല്ലെടുത്ത് ആഞ്ഞാഞ്ഞെറിയുകയാണ് ശാത്താനെ. എന്താ ഈ ശാത്താൻ ചെയ്ത തെറ്റ്? അതാണ് ബഹുരസം. മകനെ അറുക്കാൻ കൊണ്ടുപോയ ഇബ്രാഹിമിനോട് പറഞ്ഞു, നീ ഇത് ചെയ്യരുത്. തിന്മയെ വിലക്കിയ ഒരു സാത്താനെയാണ് എറിയാനായിട്ട് കൽപ്പിക്കുന്നത്. ഇനി അടുത്ത നടപടിയാണ് മൃഗബലി.